ഇനി നമ്മൾ 24ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ നമ്മുടെ 24ാമത്തെ ചോദ്യം മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. സോ A equal to 0, 2, -3, then -2, 0, 1, 3, -1, 0, and B be a matrix such that B into I minus A equal to I plus A. Then the sum of the diagonal elements of B transpose into B എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ മെട്രിക്സ് ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്കൊരു പ്രത്യേകത മനസ്സിലാക്കാം. ഇതിൻ്റെ ഡയഗണൽസ് കംപ്ലീറ്റ് 0 ആണ്. ഇത് 2, ഇത് -2, ഇത് -3, ഇത് 3, ഇത് 1, ഇത് -1. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലായത് എന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഫോർ എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നമുക്കറിയാം A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ -A ആയിരിക്കും അല്ലേ? അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. സോ ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒന്ന് എഴുതാം. സോ B ഇൻറ്റു I മൈനസ് A ഈക്വൽ ടു I plus A. ഓക്കെ, റെഡി അല്ലേ മക്കളെ? സോ ഇത് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ I മൈനസ് A ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ ടോട്ടലി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിത് B ഈക്വൽ ടു എത്ര കിട്ടും? B ഈക്വൽ ടു നമുക്ക് ഇത് I plus A എന്നും ഇത് നമുക്ക് എത്ര കിട്ടും? ഇത് I മൈനസ് A ഹോൾ ഇൻവേഴ്സ് നമുക്ക് കിട്ടും. റെഡി ആണല്ലോ? സോ നമുക്ക് വേണ്ടത് എന്താണ്? B ട്രാൻസ്പോസ് ഇൻറ്റു B ആണ്. B ട്രാൻസ്പോസ് എടുത്താലൊന്ന് നോക്കിക്കേ. B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ AB ഹോൾ ട്രാൻസ്പോസ് എന്നാൽ B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എന്നാണ് അല്ലേ? സോ അപ്പോൾ ഇത് ആദ്യം വരും. അപ്പം I മൈനസ് A ഹോൾ ഇൻവേഴ്സ് ട്രാൻസ്പോസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇത് I പ്ലസ് A ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതാം. സോ അപ്പോൾ B ട്രാൻസ്പോസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? I മൈനസ് A ട്രാൻസ്പോസ് ദെൻ ഹോൾ ഇൻവേഴ്സ് നമുക്ക് കൊടുക്കാം. സോ ഇവിടെ ഐയുടെ ട്രാൻസ്പോസ് I തന്നെ വരും. A ട്രാൻസ്പോസ് ഇവിടെ എന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, അതിനകത്ത് -A വരും. ദെൻ ഇവിടെ B ട്രാൻസ്പോസ് ഈക്വൽ ടു ഇവിടെ I തന്നെ വരും, ഇവിടെ -A തന്നെ വരും. സോ നമുക്കിത് +A ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു I മൈനസ് A നമുക്ക് കൊടുക്കാം. റെഡി അല്ലേ? സോ ഇങ്ങനെ വന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? B ട്രാൻസ്പോസ് ഇൻറ്റു B നമുക്ക് കൊടുക്കണം. B ട്രാൻസ്പോസ് ഇൻറ്റു B നമുക്ക് എഴുതാം. റെഡി അല്ലേ മക്കളെ? സോ അപ്പോൾ നമുക്ക് ഇനി അതാണ് എഴുതാൻ പോകുന്നത്, B ട്രാൻസ്പോസ് ഇൻറ്റു B. അപ്പോൾ B ട്രാൻസ്പോസ് എന്ന് പറയുമ്പം I പ്ലസ് A ഹോൾ ഇൻവേഴ്സ് ദെൻ ഇത് I മൈനസ് A വരും. ഇത് B ട്രാൻസ്പോസ് ഇൻറ്റു B എന്തുവാ? B എന്ന് പറഞ്ഞാൽ ദെൻ I പ്ലസ് A ദെൻ I മൈനസ് A ഇൻവേഴ്സ്. റെഡി മക്കളെ? സോ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതും അല്ലേ ഇൻവേഴ്സ് അല്ലേ? സോ A ഇൻവേഴ്സ് ഇൻറ്റു A ഈക്വൽ ടു I അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? ഇത് ടോട്ടലി I എന്ന് കിട്ടും. സോ നമുക്കിനി വേണ്ട എന്താണ്? സം ഓഫ് ഡയഗണൽ എലിമെന്റ്സ് ഓഫ് B ട്രാൻസ്പോസ് ഇൻറ്റു B. അത് ഐയുടെ സം ഓഫ് ഡയഗണൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? I എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1 എന്നാണ്. സോ ഇത് ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ചോദിച്ചിരിക്കുന്നത് ട്രേസ് ഓഫ് B ട്രാൻസ്പോസ് ഇൻറ്റു B ആണ്. നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ്സ് എ റൈറ്റ് ആൻസർ.